കുടുംബത്തിനും കൂട്ടുകാർക്കുമൊപ്പം പ്രകൃതിരമണീയമായ അന്തരീക്ഷത്തിൽ ആർത്തുലസിക്കാൻ ആനമല ഹോം സ്റ്റേ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ആനമല ഹോം സ്റ്റേ, തിരുവല്ലോമല. തുടർ ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ കാരുണ്യം കാത്ത് ദേശമംഗലം പള്ളത്ത് 32കാരനായ അന്ധനായ യുവാവ്. പള്ളം 9-ാം വാർഡിൽ ചുട്ടറമ്പിൽ വീട്ടിൽ സുഫൈലാണ് തുടയെല്ല് പൊട്ടിയതിനെ തുടർന്നുണ്ടായ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയ്ക്കായി കാരുണ്യമതികളുടെ സഹായം തേടുന്നത്. ജന്മന കാഴ്ചശക്തിയില്ല സുഫൈലിന്. കാഴ്ച പരിമിതിയുള്ള തൻ്റെ ഇളയ സഹോദരിയുടെ ഓപ്പറേഷന്റെ ആവശ്യാർത്ഥം ആശുപത്രിയിലേക്കുള്ള യാത്രയിൽ എറണാകുളത്ത് ട്രെയിനിറങ്ങി നടന്നു പോകുന്നതിനിടയിൽ ഫുട്പാത്തിൽ വീണ് വലതുകാലിന്റെ തുടയെല്ല് പൊട്ടി. തുടർന്ന് എറണാകുളത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ സർജറിക്കായി 5 ലക്ഷം രൂപ ആവശ്യമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചതിനെ തുടർന്ന് സാമ്പത്തിക പ്രയാസം കാരണം പ്രാഥമിക ചികിത്സയ്ക്കു ശേഷം തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ തുടർന്നു. കാലിൽ കമ്പിയിട്ട് മറ്റു ചികിത്സാ മുറകൾ തുടർന്നെങ്കിലും രോഗശമനം ലഭിക്കാതെ വന്നപ്പോൾ തൃശൂരിലെ തന്നെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നടക്കുന്നതിനിടയിൽ കാലിൽ പഴുപ്പ് കയറി വ്രണം വലുതായി. കാലിൽ ഇട്ടിരുന്ന കമ്പി പൊട്ടി രോഗം ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. നിലവിൽ പെരിന്തൽമണ്ണയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സയിലൂടെയാണ് സുഫൈൽ തന്റെ പള്ളത്തെ വീട്ടിൽ കഴിഞ്ഞു പോരുന്നത്. എൻ്റെ പേര് മുഹമ്മദ് സുഫൈൽ സിയസ്. ഞാൻ കാഴ്ച വൈകല്യം നേരിടുന്ന ആളാണ്. എൻ്റെ വൈഫും കാഴ്ച ഇല്ലാത്തവരാണ്. എനിക്ക് 2 കുട്ടികളുണ്ട്. അവർ 2 പേര് പഠിക്കുകയാണ്. 2 പെൺകുട്ടികളാണ്. ഞാൻ 2 വർഷത്തോളമായി ഇങ്ങനെ കടപ്പിലാണ്. എൻ്റെ കാലിൻ്റെ തുടയെല്ലാം പൊട്ടിയിട്ട് ഞാൻ എൻ്റെ അനിയത്തിൻ്റെ ഒരു പെങ്ങളുടെ സാധ്യതയുമായി ബന്ധപ്പെട്ട് എറണാകുളം അങ്ങോട്ട് പോയതാണ്. അവിടെ നടന്നു പോകുമ്പോൾ ഫുട്പാത്തിൽ നിന്ന് കാലെത്തി വീണ് കാലിൻ്റെ തുടയെല്ലാം പൊട്ടി. അവിടെ നിന്ന് സർജറി കഴിഞ്ഞ് അങ്ങനെ അത് ഇൻഫെക്ഷനായി. അത് അവിടുന്ന് ഞങ്ങൾ പിന്നെ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി തൃശ്ശൂർ ഫസ്റ്റ് ഹോസ്പിറ്റലിലേക്ക്, അങ്ങനെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് നാട്ടുകാരുടെ സഹായത്തോടു കൂടി അങ്ങനെ അങ്ങോട്ട് പോയും അവിടെ ഇൻഫെക്ഷൻ ഒരു കളയാൻ വേണ്ടി ഒരുപാട് വാഷ് ചെയ്യുകയും ഒക്കെ ചെയ്തെങ്കിലും ഇൻഫെക്ഷൻ പൂർണ്ണമായി പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ മെഡിക്കൽ കോളേജിൽ നിന്ന് ഇട്ട കമ്പി പൊട്ടുകയും അവിടെ സ്കോർ വിടുകയും ചെയ്ത് അങ്ങനെ അവർ വേറെ കമ്പി അത് അഴിച്ചു വേറിട്ട് അതിന് ഒരുപാട് പൈസ ഒരുപാടായി. നാട്ടുകാരും സന്നദ്ധ സംഘടനയും സഹായിച്ചിട്ടാണ് അങ്ങനെ സാധ്യത കഴിഞ്ഞത്. പക്ഷേ അപ്പോൾ കമ്പി ഇട്ടപ്പോൾ കാല് ഭയങ്കര വേദനയായി വരും. അതിനാ വീണ്ടും ആ കമ്പി ഊരി വേറെ ഹോസ്പിറ്റലിൽ പെരിന്തൽമണ്ണ അൽഷിഫ ഹോസ്പിറ്റലാണ് ഇപ്പോൾ കളിക്കുന്നത്. അവിടുന്ന് കമ്പി ഊരി അങ്ങനെ കമ്പി ഊരിയപ്പോൾ ഇപ്പോൾ ഇൻഷുറൻസ് മാറിയിട്ടില്ല, അപ്പോഴും കടപ്പിൽ തന്നെയാണ്. അതുകൊണ്ട് വേറെ വിദഗ്ധമായ ഡോക്ടർമാരെ കാണിക്കണമെങ്കിൽ ഒരുപാട് സാമ്പത്തികത്തിൻ്റെ പ്രശ്നമുണ്ട്. ഇക്കഴിഞ്ഞ 2 വർഷ കാലയളവിൽ സുഫൈലിന്റെ ചികിത്സയ്ക്കായി 10 ലക്ഷം രൂപ ചെലവായിട്ടുണ്ട്. സുമനസ്സുകളായ നാട്ടുകാരുടെയും കുടുംബങ്ങളുടെയും സഹായത്തോടെയാണ് ഇതെല്ലാം നടന്നത്. സുഫൈലിന്റെ തുടർ ചികിത്സയ്ക്കായി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ആവശ്യമാണെന്നും അതിനായി വലിയൊരു തുക കണ്ടെത്തേണ്ടതുണ്ടെന്നും കുടുംബവും നാട്ടുകാരും പറയുന്നു. സ്വന്തമായി താമസിക്കാൻ വീടില്ലാത്ത സുഫൈലിന്റെ ദുരന്തകഥയറിഞ്ഞ് ET മുഹമ്മദ് ബഷീർ MP-യുടെ ഇടപെടൽ മൂലം തൃശൂരിലുള്ള ഒരു സന്നദ്ധ സംഘം സുഫൈലിന് 6 വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തമായി വീട് വെച്ച് നൽകിയിരുന്നു. പല ആവശ്യങ്ങൾക്കായി വീട് ദേശമംഗലം കോഓപ്പറേറ്റീവ് ബാങ്കിൽ പണയം വച്ചിരുന്നു. ലോൺ തിരിച്ചടവ് മുടങ്ങിയതോടെ പുരയിടവും ജപ്തി ചെയ്യുമെന്ന അവസ്ഥയിലെത്തിയപ്പോൾ ദേശമംഗലത്തെ പൊതുപ്രവർത്തകൻ PI ഷാനവാസ് വഴി മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ വിവരമറിയിച്ച് ബാങ്കിലെ ലോൺ കൊടുത്തു തീർത്ത് വീടും പുരയിടവും സുഫൈലിന് തന്നെ തിരിച്ചേൽപ്പിക്കുകയുമായിരുന്നു. ഇതിനിടയിലാണ് സുഫൈൽ രോഗബാധിതനായത്. ഞങ്ങളുടെ കുടുംബ പശ്ചാത്തലം, എനിക്കൊരു ഉമ്മയും അതുപോലെ ഒരു അനിയനുള്ളത്. അനിയത്തിക്ക് 40% കാഴ്ചക്ക് പ്രശ്നമുള്ള ആളാണ്. അങ്ങനെ ഇപ്പോൾ നാട്ടുകാരും കുടുംബക്കാരും എല്ലാവരും കൂടി സഹായിച്ചിട്ടാണ് ഞങ്ങളുടെ ജീവിതം കൊണ്ടുപോകുന്നത്. പിന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അതുണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ സാമ്പത്തിക സഹായം എല്ലാവരും നിന്നും പ്രതീക്ഷിക്കുന്നു. സുഫൈലിന്റെ ഭാര്യയ്ക്ക് സുഫൈലിനെ പോലെ തന്നെ കാഴ്ചശേഷിയില്ല. 5ഉം 8ഉം വയസ്സ് പ്രായമുള്ള 2 പെൺകുട്ടികൾ ഇവർക്കുണ്ട്. 80% കാഴ്ചക്കുറവുള്ള ഹൃദ്രോഗിയായ പിതാവും മാതാവും 40% കാഴ്ച പരിമിതിയുള്ള +2 വിദ്യാർത്ഥിനിയായ സഹോദരിയും അടങ്ങുന്നതാണ് സുഫൈലിന്റെ കുടുംബം. നാട്ടുകാരുടെ കാരുണ്യത്തിലാണ് ഇവരുടെ ദൈനംദിന ജീവിതം മുന്നോട്ടു പോകുന്നത്. ഇപ്പോൾ തുടർ ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ കാരുണ്യം തേടുകയാണ് സുഫൈൽ. ഇതിനായി സുഫൈലിനെ സഹായിക്കാൻ സന്മനസ്സുള്ളവർക്ക് SBI ചെറുതുരുത്തി ബ്രാഞ്ചിലുള്ള അക്കൗണ്ട് നമ്പറായ 2056029881 സഹായം എത്തിക്കാവുന്നതാണ്. IFSC കോഡ് SBIN 0070971. റൈറ്റ് വിഷൻ ന്യൂസ്, ദേശമംഗലം.
പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിൽ മികച്ച അതിഥി മന്ദിരമായി തിരുവില്ലാമലയിലെ ആനമല ഹോം സ്റ്റേ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ അന്താരാഷ്ട്ര നിലവാരമുള്ള നീന്തൽക്കുളവും വിനോദ നിമിഷങ്ങൾക്കായി ഒന്നാന്തരം പാർക്കും നൂതന ഗെയിമുകളും. പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെന്റ് ഉൾപ്പെടെയുള്ള അതിവിപുലമായ താമസ സൗകര്യങ്ങൾ, കൂടാതെ തനത് കൈത്തറി വസ്ത്രങ്ങൾ ഒരുക്കുന്നതിന് പരമ്പരാഗത തറികളും. വിവാഹം, മറ്റാഘോഷങ്ങൾ, ബിസിനസ് മീറ്റിംഗുകൾ എന്നിവയ്ക്കായി AC, non-AC ഹെറിറ്റേജ് ഹാളുകൾ. വ്യത്യസ്ത രുചിലോകവുമായി നാടൻ വിഭവങ്ങൾ ലഭ്യമാക്കുന്ന ടേക്ക് എ ബ്രേക്ക് കഫേ തിരുവില്ലാമലയും ആനമല ഹോം സ്റ്റേയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ആനമല ഹോം സ്റ്റേ, കാട്ടുകുളം, തിരുവില്ലാമല. ഫോൺ 9845128760.